ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ ശർക്കര മൈലാഞ്ചിയാണ് കേട്ടോ. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥ ഉണ്ട്. അതൊക്കെ പാടെ പറയാൻ ഇവിടെ സമയമല്ല. പക്ഷെ ഞാനത് ചെറുതാക്കി പറഞ്ഞു. +2 പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓളൊരു ദിവസം ഈ ശർക്കര മൈലാഞ്ചി കയ്യിലിട്ടിട്ട് വന്നു. കണ്ടപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഒരു മൈലാഞ്ചി എവിടെന്നാ വാങ്ങിച്ചെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വാങ്ങിച്ചതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ശർക്കരയും ജീരകവും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് ആകെ അറിയുന്ന മൈലാഞ്ചി സിംഗ് മൈലാഞ്ചിയും പിന്നെ നമ്മൾ ഇല അരച്ചിട്ടുണ്ടാക്കുന്ന മൈലാഞ്ചി മാത്രമായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ലിക്വിഡ് അവൾ കൊണ്ടുവന്നു. അത് കയ്യിലിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ശർക്കര മൈലാഞ്ചി. പിന്നെ ഇതിന് ഈ പേര് മാത്രമല്ല കേട്ടോ, പാട്ട മൈലാഞ്ചി, ടിന്ന് മൈലാഞ്ചി, ജീരക മൈലാഞ്ചി, അങ്ങനെ കുറേ പേരുകൾ. നമ്മൾ കുറേ ദിവസമായി മൈലാഞ്ചി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പം നീർച്ചയുടെ തിരക്കിൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഫസ്റ്റ് തന്നെ അന്നക്കുട്ടിക്ക് ഇട്ടുകൊടുത്തു. പക്ഷെ നന്നായിട്ട് ചോത്തൊന്നുമില്ല കേട്ടോ, കാരണം അത് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസമൊക്കെ ഓവർനൈറ്റ് ഇട്ടാലാണ് നന്നായിട്ട് കളർ വെക്കാട്ടോ. പെരുന്നാൾ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടാക്കിക്കോളി കുറച്ച് ശർക്കര മൈലാഞ്ചി.